ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്തി. ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. നമ്മുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായി നടക്കുന്നു. ഒരു വശത്ത് നോമ്പ് വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പുറത്ത് ഈശോയുടെ ജനനത്തിൽ ഈശോയുമായിട്ട് ഒന്നാവാൻ കുംഭസാരത്തിലൂടെയും കുർബാന അർപ്പണത്തിലൂടെയൊക്കെ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം നമ്മുടെ ക്രിബ് ഓഫ് ലവ് ഉണ്ട്. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബ പ്രതിസന്ധികൾ വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സമയമാണ് ഇത്. നമ്മുടെ മുൻപിൽ മാതൃകയായി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമുണ്ട്. അതെ, തിരുക്കുടുംബം, ഹോളി ഫാമിലി. മറ്റു കുടുംബങ്ങളിൽ നിന്ന് തിരുക്കുടുംബത്തെ വ്യത്യസ്തമാക്കുന്നത് ആ കുടുംബത്തിൽ ഈശോ ഉണ്ട് എന്നതാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഈശോ ഉണ്ടെങ്കിൽ അതും തിരുക്കുടുംബങ്ങളായി മാറും. ദൈവത്തോട് പൂർണ്ണമായും വിശ്വസ്തരായിരുന്നുകൊണ്ട് ദൈവിക പദ്ധതിയിൽ ഉടനീളം സഹകരിച്ച രണ്ടുപേരായിരുന്നു മേരിയും ജോസഫും. എത്രയൊക്കെ അൺസർട്ടനിറ്റീസ് ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് മംഗളവാർത്തയുടെ സമയത്ത് മാതാവ് ഗർഭിണിയാണെന്നറിയുമ്പം ജോസഫിനും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു മാനസിക സംഘർഷത്തിൻ്റെ ഇടയ്ക്ക് പോലും ദൈവിക പദ്ധതിയോട് ആമേൻ എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കലും നോ എന്നൊരു വാക്ക് ദൈവത്തിൻ്റെ പദ്ധതികളോട് അവർ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയപ്പോഴും ദൈവിക പരിപാലനയിൽ അവർ ആശ്രയിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായി നാം തന്നെ വെച്ചിട്ടുള്ള ചില പരിധികളാണ്, അഥവാ നമ്മുടെ കുറവാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായി പറ്റാതെ പോകുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹവുമായി ഈശോയുടെ അടുത്ത് വന്ന ധനികനായ യുവാവിനോട് അവൻ്റെ സമ്പത്തെല്ലാം ഉപേക്ഷിക്കാനായി പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വിഷമം, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായി ഞാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവൂ. മേരിയുടെയും ജോസഫിൻ്റെയും ജീവിതത്തിലെ മറ്റൊരു സവിശേഷതയായിരുന്നു പരസ്പരം അവർ ഓഫർ ചെയ്തിരുന്ന ഒരു സേഫ് പ്ലേസ്. എന്തൊക്കെ കുറവുകൾ ഒരാളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചാലും അവർ പരസ്പരമായിരിക്കുന്ന ആ ഒരു സ്പേസിൽ അവർക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി. എന്തൊക്കെ സംഭവിച്ചാലും മേരിയെ ജോസഫും ജോസഫിനെ മേരിയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും എന്നുള്ള ഒരു വിശ്വാസം. നമ്മുടെ കുടുംബങ്ങളിലും ഇത്തരം ഒരു സേഫ് പ്ലേസ് വളരെ അത്യാവശ്യമാണ്. മനുഷ്യരെന്നും ബലഹീനരാണ്. തെറ്റുകളെല്ലാം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ അതിനൊടുവിലും തിരികെ ചെല്ലുമ്പോൾ ചേർത്ത് പിടിക്കുന്ന കുറച്ച് പരിഭവവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു സേഫ് പ്ലേസ് നമുക്ക് ഓഫർ ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയായിരിക്കും അവർക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം. എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോകുന്ന മക്കളെയോ ജീവിത പങ്കാളിയെയോ ഒരുപാട് കുറ്റപ്പെടുത്താതെ അവരുടെ തെറ്റുകൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് സ്നേഹത്തോടെ നമുക്കും ചേർത്ത് വയ്ക്കാം. അതേപോലെ തന്നെ ജോസഫിന് മേരിയും മേരിക്ക് ജോസഫും അവരുടേതായ ഒരു സ്പേസ് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താൻ വിവാഹം ചെയ്യാൻ പോകുന്ന യുവതി താൻ അറിയാതെ ഗർഭിണിയായി എന്ന് മനസ്സിലാക്കുമ്പോൾ സമൂഹമധ്യത്തിൽ അവളെ അപമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിട്ടും ജോസഫ് വളരെ ശാന്തമായി ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവിക പദ്ധതി ആരാഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് ദൈവമായിരുന്നിട്ടും പ്രതിസന്ധികളൊന്നും അവരുടെ ജീവിതത്തിൽ അന്യമായിരുന്നില്ല. നിറവയറുമായി കണക്കെടുപ്പിനായി ബെത്ലഹേമിലേക്ക് പോകേണ്ടി വരുമ്പോഴും മറ്റെവിടെയും സ്ഥലം കിട്ടാതെ ഒരു കാലിത്തൊഴുത്തിൽ അവർ മാത്രമായിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയം അടുക്കുകയും അവൾ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോഴുമെല്ലാം അവർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും തുണയായി മാറി. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ഹൃദയം തുളയ്ക്കുന്ന വേദനിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും കാണാതായ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ ഈശോ പറയുന്ന മറുപടിയുമെല്ലാം അവർ രണ്ടുപേരും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, മറിച്ചൊന്നും പറഞ്ഞില്ല. ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായും അവർ ആമേൻ പറഞ്ഞു. സ്വന്തം മകനെ ക്രൂരമായ പീഡനത്തിനും മരണത്തിനും വിട്ടുകൊടുക്കേണ്ടി വരും എന്നറിഞ്ഞിട്ടും ഒരു പരാതിയുമില്ലാതെ ദൈവഹിതത്തിന് ചേർന്ന് നിന്ന് അവർ സഹകരിച്ചു. നമ്മുടെ എല്ലാം കുടുംബങ്ങളെ പോലെ തന്നെ സാധാരണ ഒരു കുടുംബം തന്നെയായിരുന്നു മേരിയുടെയും ജോസഫിൻ്റെയും. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. കുടുംബജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് തിരുക്കുടുംബം. ദമ്പതികൾക്കും പേരൻസിനും മുൻപിൽ റോൾ മോഡൽസായി വെക്കപ്പെട്ടിട്ടുള്ളവരാണ് മേരിയും ജോസഫും. നമ്മുടെ കുടുംബങ്ങളിലും ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമുക്കും തിരുക്കുടുംബങ്ങളായി മാറാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിബ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുൽക്കൂട്.